മോളി ചേച്ചിയുമാണ്, ബൈജുക്കുട്ടനുമാണ്. അപ്പോൾ എന്തായാലും ഇവർ 3 പേരെയും ഈ കോളനിയിൽ വന്നേ മതിയാവുള്ളൂ. കാര്യം ഇതിന്റെ കഥാപാത്രം അങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. കോളനി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 3 കാലഘട്ടങ്ങൾ കാണിക്കുന്നതാണ്. കാര്യം ഒരു ന്യൂ ജനറേഷൻ മൂവി അല്ല, ഒരു ഓൾഡ് സബ്ജക്റ്റ് ആണ്. അതിന്റെ റൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു കോളനിയിൽ എത്ര ആൾക്കാർ കാണും, അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾ കാണും, പിന്നെ അവർ വളർന്നു വരുമ്പോൾ അവരുടെ മാറ്റങ്ങൾ, അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരുടെ കുറേ സംഭവം, അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഈ മൂവിയെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ, ഇത്രയും പേർക്ക് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്രയും വൈഡിലൊരു സാധനം എഴുതുന്നത്. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 തലമുറ, ഒരു 2 തലമുറകൾ കാണിക്കേണ്ട ഒരു സംഭവമാണ് സാവിത്രി വർക്കി എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ തട്ടിക്കളയുകയും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഈ രാഷ്ട്രീയക്കാരടിക്ക് പകവീട്ടാൻ പോകുന്ന ഒരു സംഭവമാണ് കോളനി എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ പിറക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണിക്കണം. അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ബാല്യം കാണിക്കണം, പഠനം കാണിക്കണം. അതിനുശേഷം ഇവർ വളർന്നു വലുതായി മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരു സംഭവം കാണിക്കണം. അപ്പം അങ്ങനെ വളരെ വലിയ വൈഡിലുള്ള ഒരു കഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ വരണം. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ വരുമ്പോൾ തന്നെ രാജാ സാഹിബ് എത്തണം. അതേപോലെ തന്നെ കലാപരിപാടികൾ, ക്ലബ്ബ് പരിപാടി നടക്കുമ്പോൾ ഓഡിയൻസ് വേണം. അതിനകത്ത് പ്രസീത ചാലക്കുടിയെ പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ വലിയ ഒരു സ്ട്രഗിൾ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഔഡി പ്ലസിൽ പോലും ഞാൻ ഇത്രയും സ്ട്രഗിൾ എടുത്തിട്ടില്ല. പക്ഷേ കോളനിയിൽ പക്ക സ്ട്രഗിൾ ആയിരുന്നു. കാര്യം ഇതെല്ലാം പൈസ ഉണ്ടാക്കണം, അതിനാളെ കണ്ടുപിടിക്കണം. പിന്നെ ഇതിന്റെ ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ഇതിന്റെ ലൈറ്റ്, മേക്കപ്പ്, ആർട്ട്, പ്രോപ്പർട്ടി, വാഹനങ്ങൾ, പിന്നെ ഇവർക്ക് താമസ സൗകര്യങ്ങൾ, ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനുകൾ, അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കൊരു സഹായി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സഹായി എന്തെങ്കിലും എൻ്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞ് കണ്ട് അത് ഞാൻ പോകാതെ അവിടെ ചെന്ന് പെട്ടെന്ന് സാധിച്ചു തരാനായിട്ട് ഒരാളില്ലാതാണ് ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ തോന്നുമെങ്കിലും വലിയ ഒരു പ്രോസസ്സാണ്. ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. കാര്യം അതിനുശേഷം ജനറേറ്റർ വരെയും പിടിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്. ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് ഒരു ദിവസം 1, 2, 3 ദിവസമൊക്കെ സുമേഷ് കുട്രയ്ക്ക് വന്നിട്ട് വളരെ മനോഹരമായിട്ടൊക്കെ ചെയ്ത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.